ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ളവരെ, ഡിസംബർ മാസം 14 തിരുസഭയോടൊത്ത് മലങ്കര സഭ ചിന്തിക്കുന്ന വേദ വായന സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 14 അധ്യായം 25 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ദിവസത്തിനാവശ്യമായ നല്ല ചിന്തകൾ നമുക്ക് ഏതൊക്കെയാണ് എന്ന് അല്പസമയം ഒന്ന് ചിന്തിക്കാം. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്ന ഇതാണ്: യേശുവിൻ്റെ ശിഷ്യനാകുക സകലതും ഉപേക്ഷിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. സകലതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും യേശുവിൻ്റെ ശിഷ്യനാകുവാനായിട്ട് കഴിയൂ എന്നാണ് ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വേദഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ലൂക്കാ സുവിശേഷകൻ്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ലൂക്കായുടെ ലക്ഷ്യം സാർവത്രിക രക്ഷയെക്കുറിച്ച് അറിയിക്കുന്ന സുവിശേഷമാണ്, പാവങ്ങളുടെ സുവിശേഷമാണ്. അതുപോലെ തന്നെ വിജാതീയരായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ച വിശുദ്ധ ലൂക്ക വിശുദ്ധ പൗലോസ്ലീഹായുടെ 2-3 പ്രേക്ഷിത യാത്രകൾ കൂടെ സഹയാത്രികനായി നടക്കുന്നു. പൗലോസ്ലീഹായുടെ കൂടെ റോമിൽ കാരാഗ്രഹവാസം അനുഭവിക്കുന്നു. അപ്പോൾ ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സാർവത്രികമാണ്, അതിനെ എല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള വലിയൊരു ചിന്തയാണ് ലൂക്കാ സുവിശേഷകൻ നൽകുന്നത്. ഈ സുവിശേഷം അല്പം കൂടി മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു ചിന്ത ഇതാണ്: ലൂക്കാ സുവിശേഷകൻ മാത്രം പ്രതിപാദിക്കുന്ന മാർത്തയുടെയും മറിയത്തിൻ്റെയും മനോഭാവവും പ്രവൃത്തികളും, അതുപോലെ ധൂർത്തപുത്രൻ്റെ മാനസാന്തരം, ചുങ്കക്കാരൻ്റെയും ഫരീസേയൻ്റെയും പ്രാർത്ഥനകൾ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവവും ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ച് അത് ഭക്ഷിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുന്ന അനുഭവവുമെല്ലാം ലൂക്കാ സുവിശേഷൻ മാത്രം വിവരിക്കുന്ന ദൈവ അനുഭവത്തിൻ്റെയും അതിലെല്ലാം ഉപരിയായി ക്രിസ്തു അനുകരണത്തിൻ്റെയുമായ മാർഗമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. ഈ സുവിശേഷം മനസ്സിലാക്കുന്നതിന് ശിഷ്യത്വത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ തൊട്ട് മുമ്പായിട്ട് ഈശോ വലിയ ഒരു വിരുന്നൊരുക്കുന്ന സംഭവമാണ് പറയുന്നത്. ഒരു മനുഷ്യൻ വലിയൊരു വിരുന്നൊരുക്കി. ആർക്ക് വേണ്ടിയാണ് വിരുന്നൊരുക്കിയത്? വിരുന്നൊരുക്കിയത് ക്ഷണിക്കപ്പെട്ടവർക്കായിരുന്നു. വിരുന്നെല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ ക്ഷണിക്കപ്പെട്ടവരുടെ അടുത്തേക്ക് ഗൃഹനാഥൻ ദാസന്മാരെ അയച്ചപ്പോൾ അവർ ഓരോരുത്തരും ഒഴിഞ്ഞു മാറുകയാണ്. അവരുടെ ഒഴിവുകഴിവുകൾ ഈ സദ്യക്ക്, ക്ഷണിക്കപ്പെട്ട സദ്യക്ക് പോലും വരുവാനായിട്ട് തികച്ചും നീതിയായിട്ടുള്ള ഒന്നല്ല എന്ന് ഗൃഹനാഥൻ കണ്ടിട്ട് തെരുവുകളിലേക്ക് പോയി കുരുടരെയും മുടന്തരെയും അതുപോലെ അന്യവൽക്കരിക്കപ്പെട്ടവരെ എല്ലാം വിളിച്ചുകൊണ്ട് വരുന്നു.
ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങളിലായിട്ട് ഈശോ പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനായിട്ട് എന്നെ അയച്ചിരിക്കുന്നു, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട്, കർത്താവിന് സ്വീകാര്യമായ വത്സരം അറിയിക്കാനായിട്ട് ഞാൻ അയക്കപ്പെട്ടിരിക്കുകയാണെന്നും ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ കുറച്ചുകൂടി നാം ഒന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഇതാണ്: 20,000 ഭടന്മാരോട് 10,000 ഭടന്മാരെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പോകുന്ന രാജാവ് ആലോചിക്കാതെയാണ് യുദ്ധത്തിന് ഒരുങ്ങുന്നതെന്ന്. അതായത് യേശുവിനെ അനുഗമിക്കണമെങ്കിൽ നമ്മൾ എന്തുമാത്രം ജീവിതത്തിൽ ഉപേക്ഷയുണ്ടാകണം, എന്തുമാത്രം കരുതലുകൾ ഉണ്ടാകണം, എന്തുമാത്രം ത്യാഗം സഹിക്കാനായിട്ട് നാം തയ്യാറാകണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഈ സുവിശേഷം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരാൾ യേശുവിനെ അനുഗമിക്കുന്നതെന്ന് അനുമതി തേടുന്നത്, ഞാൻ വയൽ വാങ്ങിച്ചു, ആ വയൽ പോയി ഒന്ന് കാണാനായിട്ട് അനുവദിക്കണം. ഞാൻ 5 ജോഡി കാളകളെ വാങ്ങിച്ചു, ആ കാളകളെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് അനുവാദം നൽകണം. ഞാൻ വിവാഹം കഴിച്ചതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരിയേറെ തടസ്സങ്ങൾ, എതിർമുഖങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നതിന്, യേശുവിനെ സ്നേഹിക്കുന്നതിന്, യേശുവിൻ്റെ പിൻപേ ചെല്ലുന്നതിന് തടസ്സങ്ങളായിട്ടുണ്ടെന്ന് നാം ഓർക്കണം. ഈ പ്രഭാതത്തിൽ, ഈ പ്രഭാത കിരണമായിട്ട്, പ്രഭാതത്തിൻ്റെ ഊർജ്ജമായിട്ട്, ഈ പ്രഭാതത്തിൻ്റെ ഇൻസ്പിറേഷനായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ചിന്ത എന്താണ്? ഈ പ്രഭാതത്തിൻ്റെ ചിന്ത, എൻ്റെ മുൻപിൽ യേശുവിനെ അനുഗമിക്കുന്നതിന് തടസ്സമായിട്ട് എന്തു തന്നെ ഉണ്ടായിരുന്നാലും സ്വയം പരിത്യജിക്കാനും, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കുരിശുകൾ എടുത്തുകൊണ്ട്, അത് ഈശോ വഹിച്ച കുരിശിനേക്കാൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. എങ്കിലും ഈ ജീവിതത്തിൽ അല്പാൽപ്പം കുരിശുകളൊക്കെ വഹിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് യേശുവിനെ അനുഗമിക്കാനായിട്ട്, യേശുവിൻ്റെ കൂടെ പോകുവാനായിട്ട്, യേശുവിൻ്റെ കൂടെ നടക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. നാം ഓരോരുത്തരും ചോദിക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിന് പ്രസക്തി നൽകുന്നത് എന്താണ്? നമ്മളൊക്കെ യേശു നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി, മറ്റെന്തിനോ വേണ്ടി ജീവിക്കുന്നവരായി, മറ്റെന്തിനെയോ ജീവിതത്തിൽ പരമമായ മൂല്യമായി കരുതുന്നവരായി തീരും. നമ്മളാരും അങ്ങനെയുള്ളവരാണ് ആകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. നമുക്ക് നമ്മുടെ മുൻപേ, നമുക്ക് വഴിയായിട്ട്, നമുക്ക് സത്യമായിട്ട്, നമുക്ക് അനുഗമിക്കാനായിട്ട് കർത്താവായ യേശുവിൻ്റെ വിമോചന സന്ദേശവും രക്ഷാകരമായ മൂല്യങ്ങളും ദൈവികമായ കരുണയുമാണ് നമ്മുടെ മുൻപിലുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിൻ്റെ ഉത്തമ ശിഷ്യരാകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഭാര്യയെയും മക്കളെയും എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട്, അതിനേക്കാൾ ഏറ്റവും വലുതാണ് യേശുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്നുള്ള ഒരു വലിയ സത്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാം. ആ ശ്രമത്തിലൂടെ, ആ ഒരു പരിശ്രമത്തിലൂടെ നാം ഓരോരുത്തർക്കും ധന്യമായ ഒരു ജീവിതം ഉണ്ടാകാനായിട്ട്, സന്തോഷകരമായ ജീവിതം ഉണ്ടാകുവാനായിട്ട്, അർത്ഥപൂർണമായൊരു ജീവിതം ഉണ്ടാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന് നമ്മെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.